വിവാദങ്ങൾക്കൊടുവിൽ JSK വ്യാഴാഴ്ച തിയേറ്ററുകളിലേക്ക്. ലോർഡ്സിൽ ഇന്ത്യയുടെ ജയം 167 റൺസ് അകലെ. നിമിഷപ്രിയയ്ക്കായി സർക്കാർ. ജീവൻ രക്ഷിക്കാൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ കത്ത്. നിപയിൽ സംസ്ഥാനത്ത് അതീവ ജാഗ്രത. ടോപ് 10 തുടങ്ങുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയിൽ. പ്രോസ്പെക്ടസിൽ ഭേദഗതി വരുത്താൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്ന് വാദം. തടസ്സ ഹർജി നൽകാൻ CBSE വിദ്യാർത്ഥികൾ. യാത്രക്കാരുടെ സുരക്ഷ വർദ്ധിപ്പിക്കാൻ റെയിൽവേ. ട്രെയിനുകളിൽ CCTV ഘടിപ്പിക്കും. തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ ഡീസലുമായി പോയ ട്രെയിനിന് തീപിടിച്ചത് അട്ടിമറിയെന്ന് സംശയം. അപകടം നടന്ന സ്ഥലത്ത് ട്രാക്കിൽ വിള്ളൽ. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഹൃദ്രോഗ വിഭാഗം പ്രവർത്തിക്കുന്നത് തകർന്നു വീഴാറായ കെട്ടിടത്തിൽ. ചോർന്നൊലിക്കുന്ന കെട്ടിടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. അമൃത ന്യൂസ് എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണം. പാലക്കാട് മരിച്ച കുമരംപുത്തൂർ സ്വദേശിയുടെ പരിശോധനാ ഫലം പോസിറ്റീവ്. സമ്പർക്ക പട്ടികയിൽ 46 പേർ. മലപ്പുറത്തും പാലക്കാടും തൃശൂരും ഉൾപ്പെടെ 6 ജില്ലകളിൽ ജാഗ്രതാ നിർദ്ദേശം. ശമ്പള കുടിശ്ശികയും ആനുകൂല്യങ്ങളും ഇല്ലാതെ ആലുവ എടയാർ ബിനാനി സിംഗിലെ ജീവനക്കാർ. പൂട്ടിപ്പോയ കമ്പനിയിലെ യന്ത്രങ്ങൾ വിറ്റ് ആനുകൂല്യങ്ങൾ നൽകുമെന്ന വാഗ്ദാനം പാഴായി. 1 പതിറ്റാണ്ടായി ശമ്പള കുടിശ്ശികയ്ക്ക് കാത്തിരിക്കുന്നത് 250ഓളം തൊഴിലാളികൾ. ടോപ് 10 സ്പെഷ്യൽ. BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക്. നാമനിർദ്ദേശം ചെയ്ത് രാഷ്ട്രപതി. അഭിനന്ദിച്ച് പ്രധാനമന്ത്രി. ഉജ്വൽ നിഗം, ഹർഷവർദ്ധൻ ശൃംഗ്ല, മീനാക്ഷി ജെയിൻ എന്നിവരും രാജ്യസഭയിലേക്ക്. അഹമ്മദാബാദ് വിമാന അപകട റിപ്പോർട്ട് പാർലമെന്റിൽ ചർച്ചയാക്കാൻ പ്രതിപക്ഷം. സുതാര്യമായ അന്വേഷണം വേണമെന്ന ആവശ്യം. വിമാന കമ്പനികളെ രക്ഷിക്കാൻ ശ്രമമെന്ന് പൈലറ്റുമാരുടെ സംഘടന. ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് 193 റൺസ് വിജയലക്ഷ്യം. ഇംഗ്ലണ്ട് 192 റൺസിന് പുറത്ത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് ആദ്യ വിക്കറ്റ് നഷ്ടം. ഫിഫ ക്ലബ് ഫുട്ബോൾ ഫൈനലിൽ PSG ചെൽസി പോരാട്ടം രാത്രി 12:30 മുതൽ. വിംബിൾഡൺ പുരുഷ ഫൈനലിൽ അൽക്കാരസ് സിന്നർ ക്ലാസിക് പോരാട്ടം. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. പാദങ്ങളിൽ പൂക്കളർപ്പിക്കുന്നത് ആദരവിന്റെ ഭാഗമെന്നും ഗവർണർ. കാൽകഴുകൽ കേരള സംസ്കാരം അല്ലെന്ന് മന്ത്രി വി ശിവൻകുട്ടി. വിവാദ സംഭവം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്നും മന്ത്രി. സ്റ്റോറി ഓഫ് ദി ഡേ. കുഞ്ഞു മനസ്സുകളിലെ വലിയ കൂട്ടുകാരൻ പടയപ്പ. കീം റാങ്ക് പട്ടികയ്ക്കെതിരെ സുപ്രീം കോടതിയെ സമീപിച്ച് കേരള സിലബസ് വിദ്യാർത്ഥികൾ. മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചതിനെതിരെയാണ് ഒരു കൂട്ടം കേരള സിലബസ് വിദ്യാർത്ഥികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 1 തീയതിയാണ് മാർക്ക് ഏകീകരണത്തിൽ പുതിയ ഫോർമുല പ്രകാരമുള്ള റാങ്ക് ലിസ്റ്റ് സർക്കാർ പ്രസിദ്ധീകരിച്ചത്. ആദ്യ 100 റാങ്കിൽ കേരള സിലബസിൽ നിന്നുള്ള 43 കുട്ടികൾ ഇടം നേടിയിരുന്നു. എന്നാൽ ഹൈക്കോടതിയിൽ നിന്നും തിരിച്ചടി നേരിട്ടതോടെ സംസ്ഥാന സർക്കാർ മാർക്ക് ഏകീകരണത്തിൽ പഴയ ഫോർമുല പ്രകാരമുള്ള പുതുക്കിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. പഴയ രീതി പ്രകാരം റാങ്ക് പട്ടിക പുറത്തിറക്കിയാൽ സംസ്ഥാന സിലബസിൽ പഠിക്കുന്ന കുട്ടികൾ പിന്നിലാകുമെന്ന ആക്ഷേപം ശരിവെക്കുന്ന തരത്തിലുള്ളതായിരുന്നു പുതിയ റാങ്ക് പട്ടിക. 1ാം റാങ്കിൽ ഉൾപ്പെടെ മാറ്റം വന്നിരുന്നു. ആദ്യ 100 റാങ്കിൽ 21 പേർ കേരള സിലബസിൽ പഠിച്ചവരും 79 പേർ CBSE സിലബസിൽ പഠിച്ചവരുമാണ്. ആദ്യം പ്രസിദ്ധീകരിച്ച പട്ടികയിൽ കേരള സിലബസുകാർ 43 പേരുണ്ടായിരുന്നു. ഡിവിഷൻ ബെഞ്ച് പുതിയ ഫോർമുല തള്ളിയെങ്കിലും അപ്പീൽ പോകേണ്ട എന്നാണ് സർക്കാരിന്റെ നിലപാട്. പ്രവേശന നടപടികൾ പൂർത്തീകരിക്കാൻ 1 മാസം കൂടി സമയം നൽകാൻ AICTE സർക്കാർ സമീപിച്ചിട്ടുണ്ട്. ഓഗസ്റ്റ് 15 നിലവിലെ സമയപരിധി അവസാനിക്കാനിരിക്കെയാണ് സർക്കാരിന്റെ നീക്കം. സുപ്രീം കോടതി എന്ത് നിലപാട് സ്വീകരിക്കും എന്നതാണ് നിർണായകം. അമൃത ന്യൂസ്, തിരുവനന്തപുരം.
കീം പരീക്ഷാ വിവാദത്തിൽ മന്ത്രി ആർ ബിന്ദുവിനെ അതിരൂക്ഷമായി വിമർശിച്ചും പരിഹസിച്ചും സമസ്ത മുഖപത്രം. മന്ത്രി ഉന്നത വിദ്യാഭ്യാസ രംഗം കുളം തോണ്ടിയെന്നും വൈസ് ചാൻസലർമാർ മുഴുവൻ സംഖ്യകളെന്നുമാണ് വിമർശനം. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി അതൊക്കെ ഇറക്കിവെച്ച് വിദ്യാർത്ഥികളെ ഓർക്കണമെന്നും കുറ്റപ്പെടുത്തുന്നു. മന്ത്രി ആർ ബിന്ദു മുൻപൊരു അഭിമുഖത്തിൽ പറഞ്ഞ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിൽ മന്ത്രിയെ പരിഹസിക്കുന്നത്. എവിടെ പോയാലും വീട് തലയിലേറ്റുന്ന മന്ത്രി തൽക്കാലത്തേക്കെങ്കിലും അതൊന്ന് ഇറക്കിവെച്ച വിദ്യാർത്ഥികളെക്കുറിച്ച് ഓർത്തിരുന്നുവെങ്കിൽ കീമിന്റെ പേരിൽ കുട്ടികളും രക്ഷിതാക്കളും ഇങ്ങനെ തീ തിന്നേണ്ടി വരില്ലായിരുന്നുവെന്നും സുപ്രഭാതം വിമർശിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസ രംഗം മന്ത്രി കുളം തോണ്ടി. +2 സ്കോറിന്റെ ക്രമീകരണമാണ് പ്രശ്നം. പ്രവേശന പരീക്ഷാ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ട് നവംബറിൽ തന്നെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കത്ത് നൽകിയിരുന്നുവെങ്കിലും ഏപ്രിലിലാണ് ഫോർമുല പരിഷ്കരണത്തിനായി കമ്മിറ്റിയെ വയ്ക്കുന്നത്. അതിനു മുൻപ് ഫെബ്രുവരിയിൽ തന്നെ കളിയുടെ നിയമാവലി പ്രസിദ്ധീകരിച്ചിരുന്നു. 2024 അതേ നിയമാവലി. പിന്നെ കളി തുടങ്ങിക്കഴിഞ്ഞ നിയമം മാറ്റിയെന്ന് പറഞ്ഞാൽ നിലനിൽക്കുമോ എന്നും മുഖപ്രസംഗത്തിൽ ചോദിക്കുന്നു. പുതിയ രീതി ഒരു വിഭാഗം കുട്ടികൾക്ക് ദോഷം ചെയ്യുമെന്നതിനെ പറ്റി യാതൊരു പഠനവും നടത്തിയില്ലെന്നും കുറ്റപ്പെടുത്തുന്ന മുഖപ്രസംഗത്തിൽ മന്ത്രിയെ പലയിടത്തും വ്യക്തിപരമായി അധിക്ഷേപിക്കുന്നുണ്ട്. വൈസ് ചാൻസലർമാർ മുഴുവൻ സംഖ്യകളാണെന്നും അവരെ നയിക്കുന്നത് ചാൻസലർ എന്ന ഗവർണറാണെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. ഉന്നത വിദ്യാഭ്യാസ മേഖല പിൻവാതിലിലൂടെ സംഘപരിവാർ ഭരിക്കുന്നുവെന്നും സമസ്ത പറയുന്നു. ബിരുദ പഠനം 3 നിന്ന് 4 വർഷമാക്കിയപ്പോഴും പ്രത്യേക പഠനം നടത്തിയില്ല. ചാൻസലർ എന്ന പിൻവാതിലിലൂടെ കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ ഇപ്പോൾ ഭരിക്കുന്നത് സംഘപരിവാറാണ്. തരം പോലെ അതിനെ പ്രീണിപ്പിച്ചും കെറുവിച്ചും ഇടതുപക്ഷവും നീങ്ങുന്നു. സർവകലാശാലകളെ കളറണിയിക്കുന്നതിൽ CPMന്റെ ചരിത്രം ഒട്ടും മോശമല്ലെങ്കിലും സംഘപരിവാറിന് കേരളത്തിൽ ഇടപെടാൻ രാഷ്ട്രീയ ധാർമ്മികതയുടെ പിൻബലമില്ലെന്നും മുഖപ്രസംഗത്തിൽ കുറ്റപ്പെടുത്തുന്നു. അമൃത ന്യൂസ്, കോഴിക്കോട്. യാത്രാ ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ ഇന്ത്യൻ റെയിൽവേ. യാത്രക്കാരുടെ സുരക്ഷ മുൻനിർത്തിയാണ് തീരുമാനം. ഓരോ കോച്ചിലും കുറഞ്ഞത് 4 CCTV ക്യാമറകളാണ് സ്ഥാപിക്കുക. യാത്രക്കാരുടെ സുരക്ഷ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് എല്ലാ പാസഞ്ചർ ലോക്കോമോട്ടീവ് കോച്ചുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാനുള്ള പദ്ധതി റെയിൽവേ മന്ത്രാലയം പ്രഖ്യാപിച്ചത്. 74,000 കോച്ചുകളിലും 15,000 ലോക്കോ എഞ്ചിനുകളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അനുമതി നൽകി. നേരത്തെ പരീക്ഷണാടിസ്ഥാനത്തിൽ ചില ട്രെയിനുകളിൽ CCTV ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. ഇത് ഫലം കണ്ടതോടെയാണ് വ്യാപകമായി ക്യാമറകൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഓരോ കോച്ചിലും കുറഞ്ഞത് 4 CCTV ക്യാമറകളാണ് സ്ഥാപിക്കുക. ഓരോ പ്രവേശന വഴിയിലും 2 എണ്ണം. ഓരോ ലോക്കോമോട്ടീവിലും 6 CCTV ക്യാമറകൾ ഉണ്ടായിരിക്കും. ഇതിൽ ലോക്കോമോട്ടീവിന്റെ മുൻവശത്തും പിൻവശത്തും ഇരുവശത്തും ഓരോ ക്യാമറ വീതം ഉൾപ്പെടും. CCTV ക്യാമറകൾക്ക് ഏറ്റവും പുതിയ സ്പെസിഫിക്കേഷനുകളാണ് ഉണ്ടാവുക. 100 കിലോമീറ്ററിലധികം വേഗതയും കുറഞ്ഞ പ്രകാശവും ഉണ്ടെങ്കിൽ പോലും ഉയർന്ന റെസല്യൂഷനിൽ ദൃശ്യങ്ങൾ പകർത്താൻ സാധിക്കുന്ന ക്യാമറകളാണിവ. എന്നാൽ യാത്രക്കാരുടെ സ്വകാര്യതയെ ബാധിക്കാത്ത തരത്തിലാകും ക്യാമറകൾ സ്ഥാപിക്കുക. ഇന്ത്യ AI മിഷനുമായി സഹകരിച്ച് CCTV ക്യാമറകളിൽ പകർത്തുന്ന ഡാറ്റ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി തത്സമയം പരിശോധിക്കും. ന്യൂസ് ഡെസ്ക്, അമൃത TV. തിരുവള്ളൂരിൽ ഗുഡ്സ് ട്രെയിനിന് തീപിടിച്ച സംഭവം അട്ടിമറിയെന്ന് സംശയം. പാളത്തിൽ 100 മീറ്റർ അകലെ വിള്ളൽ കണ്ടെത്തിയതാണ് സംശയത്തിനിടയാക്കിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം നടക്കുന്നതായി ദക്ഷിണ റെയിൽവേ അറിയിച്ചു. 12 കോടിയിലധികം രൂപയുടെ നഷ്ടമുണ്ടായി എന്നാണ് സൂചന. ഞായറാഴ്ച പുലർച്ചെ 5:30ഓടെയാണ് ഗുഡ്സ് ട്രെയിന് തിരുവള്ളൂർ റെയിൽവേ സ്റ്റേഷന് സമീപം തീപിടിച്ചത്. ക്രൂഡ് ഓയിൽ കയറ്റിവന്ന ബോഗികളിലാണ് തീ പടർന്നത്. പ്രദേശത്ത് വലിയ തീയും പുകയും ഉയർന്നു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ വാഗണുകളിൽ തീ പടരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. അപകടത്തിന്റെ യഥാർത്ഥ കാരണം വ്യക്തമല്ല. എന്നാൽ ട്രെയിൻ അപകടത്തിൽപ്പെട്ട സ്ഥലത്തിന് സമീപം ട്രാക്കിൽ വിള്ളൽ കണ്ടെത്തി. ഇതോടെ അട്ടിമറി സാധ്യതയും പരിശോധിക്കുകയാണ്. ട്രെയിൻ പാളം തെറ്റാനിടയാക്കിയത് ട്രാക്കിലെ വിള്ളലാണോ എന്ന നിലയിലാണ് പരിശോധനകൾ. അപകടം ആരക്കോണത്തിനും ചെന്നൈക്കുമിടയിലുള്ള ട്രെയിൻ സർവീസുകളെ സാരമായി ബാധിച്ചു. ചെന്നൈയിൽ നിന്നും പുറപ്പെടുന്ന 8 ട്രെയിനുകൾ റദ്ദാക്കി. 5 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. 8 ട്രെയിനുകൾ വൈകി ഓടുകയാണ്. യാത്രക്കാർക്കായി ബദൽ സംവിധാനങ്ങളും ഒരുക്കി. അപകടത്തെ തുടർന്ന് സമീപ പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ ഒഴിപ്പിച്ചു. ന്യൂസ് ഡെസ്ക്, അമൃത TV. കേരളത്തിലെ ആരോഗ്യമേഖല ഒന്നാമതെന്ന് സർക്കാർ അവകാശപ്പെടുമ്പോഴും സർക്കാർ മെഡിക്കൽ കോളേജുകളിലെ ശോചനീയാവസ്ഥ തുടരുകയാണ്. തൃശൂർ മെഡിക്കൽ കോളേജിൽ ചോർന്നൊലിക്കുന്ന ഹൃദ്രോഗ ആശുപത്രിയുടെ ദൃശ്യങ്ങൾ അമൃത വാർത്തകൾക്ക് ലഭിച്ചു. മഴവെള്ളം ഒലിച്ചിറങ്ങി പായൽ പിടിച്ച ഭിത്തികൾ, വെള്ളം ചോർന്നിറങ്ങുന്ന അകത്തളത്തിലെ ചുവരുകൾ, സിമന്റ് ഇളകി കമ്പികൾ പുറത്തുവന്ന കെട്ടിടങ്ങൾ,
ഇതിനിടയിലൂടെ സഞ്ചരിക്കുന്ന കുറേ രോഗികളുടെ കാഴ്ചകൾ. ഇത് ഏതെങ്കിലും പ്രേത സിനിമയുടെ സെറ്റല്ല. നമ്പർ 1 കേരളത്തിൻ്റെ ഭാഗമായ തൃശൂർ മെഡിക്കൽ കോളേജിലെ നെഞ്ചുരോഗ ആശുപത്രിയാണ്. മികവിൻ്റെ ഉദാഹരണങ്ങൾ നിരത്തി സർക്കാരും ആരോഗ്യമന്ത്രിയും ന്യായീകരിക്കുമ്പോഴും ദിനംപ്രതി ദയനീയ കാഴ്ചകളാണ് സർക്കാർ മെഡിക്കൽ കോളേജുകളിൽ നിന്നും പുറത്തുവരുന്നത്. മഴ പെയ്ത് നനഞ്ഞ ചുവരുകൾ കെട്ടിടങ്ങൾക്ക് ബലക്ഷയമുണ്ടാക്കുന്നു. എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ അധികൃതർ പുറംതിരിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലും അതുപോലെ ചെസ്റ്റ് ആശുപത്രിയിലാണ് കൂടുതലായി ഇത്തരത്തിലുള്ള 2-3 ബിൽഡിങ്ങുകൾക്ക് ചോർച്ച കണ്ടുവരുന്നത്. അതിൻ്റെ പുറത്ത ഭാഗത്തൊക്കെ വലിയ രീതിയിൽ മതിലിലേക്ക് വെള്ളം വരുന്നുണ്ട്, ചെമുരുമ്പിലേക്കും വെള്ളം ഒഴുകി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ ചുമരിൻ്റെ ബലക്ഷയം ഉണ്ടാവുകയും പെട്ടെന്ന് ചെമുര് വീഴുന്ന ഒരു സാഹചര്യവും നമുക്ക് കാണേണ്ടി വരും. തുടർച്ചയായി 3-4 ദിവസത്തെ മഴ പെയ്യുമ്പോൾ അവിടെ രോഗികളോ കൂട്ടിയിരിപ്പുകാരോ ഉണ്ടെങ്കിൽ അറിയാതെ കണ്ട് ചിലപ്പോൾ ആ ചെമുര് വീഴുന്നൊരു സാഹചര്യവും ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് അറ്റകുറ്റപ്പണിക്ക് വേണ്ടി അടിയന്തരമായി ഫണ്ട് അനുവദിക്കുകയും ഇത്തരത്തിലുള്ള കെട്ടിടം ഉപയോഗിക്കാതെ രോഗികളെയും കൂട്ടിയിരിപ്പുകാരെയും ഒന്നും കടത്താതെ അത് പൂട്ടിയിടണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. തൃശൂർ മെഡിക്കൽ കോളേജിൽ അത്യാഹിത വിഭാഗത്തിലെത്തിക്കുന്ന രോഗികൾക്ക് ചികിത്സ വൈകുന്ന അവസ്ഥ ഒന്നിലധികം ആംബുലൻസ് ഡ്രൈവർമാർ കഴിഞ്ഞയാഴ്ച വെളിപ്പെടുത്തിയിരുന്നു. ഇതിനു പുറകെയാണ് നെഞ്ചുരോഗ ആശുപത്രിയിലെ ഞെട്ടിക്കുന്ന കാഴ്ച. അപകടാവസ്ഥയിൽ നിലനിൽക്കുന്ന ആശുപത്രി കെട്ടിടങ്ങൾ പൂട്ടിയിടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. അമൃത ന്യൂസ്, തൃശൂർ. ആരോഗ്യരംഗം തകർന്നുവെന്ന് പറയുന്നവർ ശിശുമരണ നിരക്ക് പരിശോധിക്കണമെന്ന് ഡോക്ടർ തോമസ് ഐസക്. കേരളത്തിൽ 60% രോഗികളും സർക്കാർ ആശുപത്രികളിലാണ് ചികിത്സ തേടുന്നത്. സ്വകാര്യ ആശുപത്രിയിൽ 2-3 ലക്ഷം രൂപ വില വരുന്ന ചികിത്സയാണ് സൗജന്യമായി നൽകുന്നത്. പൊളിച്ചു കളയേണ്ട കെട്ടിടങ്ങൾ പൊളിക്കണമെന്നും തോമസ് ഐസക് പറഞ്ഞു. തകർന്നു എന്ന് പറയുന്നവരെ ശിശുമരണ നിരക്കെടുക്ക് ഈ സർക്കാർ വരുമ്പോൾ 7-8 ആയിരുന്നില്ലേ, പാറല്ലേ. മാതൃമരണ നിരക്ക് 40 ആയിരുന്നില്ലേ, ഇപ്പോൾ താഴോട്ട് വന്ന് 12-13 എത്തിയിട്ടുണ്ട്. ഇനിയും ഒത്തിരി ചെയ്യാനുണ്ട് കേട്ടോ, തീർന്നിട്ടൊന്നുമില്ല, ഒത്തിരി ഇനിയും ചെയ്യാനുണ്ട്. ഇത്രയും കെട്ടിടം പണിയുമ്പോൾ പൊളിച്ചു കളയേണ്ടതൊക്കെ വേഗം പൊളിച്ചു കളയണം. സംസ്ഥാനത്ത് വീണ്ടും നിപ മരണമെന്ന് സംശയം. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കിടെ മരണപ്പെട്ട പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിക്കാണ് നിപ സംശയിക്കുന്നത്. മഞ്ചേരിയിലെ പ്രാഥമിക പരിശോധനയിൽ നിപ സ്ഥിരീകരിച്ചു. ഫലത്തിനായി സ്രവ സാമ്പിൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മണ്ണാർക്കാട് ചിങ്ങിലേരി സ്വദേശിയായ 57-കാരൻ കഴിഞ്ഞ ദിവസമാണ് മരണപ്പെട്ടത്. തുടർന്ന് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് നിപ കണ്ടെത്തിയത്. പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും അന്തിമ ഫലം ലഭിക്കേണ്ടതുണ്ട്. സംഭവത്തെ തുടർന്ന് കുമരമ്പത്തൂർ പഞ്ചായത്തിൽ ആരോഗ്യവകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പാലക്കാട് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. DMO ഉൾപ്പെടെയുള്ള ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു. ഈ മാസം 1-ാം തീയതി മങ്കട സ്വദേശിയായ 18-കാരി നിപ ബാധിച്ച് മരണപ്പെട്ടിരുന്നു. പാലക്കാട് മണ്ണാർക്കാടിനടുത്ത് നാട്ടുകൽ സ്വദേശിയായ യുവതി 2 ആഴ്ചയിലേറെയായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. നിപ സ്ഥിരീകരിച്ചതോടെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ ആരോഗ്യവകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. പ്രതിരോധ പ്രവർത്തനങ്ങളും ഊർജിതമായി നടക്കുന്നതിനിടെയാണ് വീണ്ടും നിപ ബാധിച്ച മരണം റിപ്പോർട്ട് ചെയ്യുന്നത്. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി കേന്ദ്ര സംഘവും മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ സന്ദർശനം തുടരുകയാണ്. അതേസമയം സംസ്ഥാനത്ത് നിപ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ എണ്ണം 497 ആയി. അമൃത ന്യൂസ്, മലപ്പുറം. പാലക്കാട് ജില്ലയിൽ 2ാമതും നിപ രോഗം കണ്ടെത്തിയ സാഹചര്യത്തിൽ 6 ജില്ലകളിലെ ആശുപത്രികൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, വയനാട്, തൃശൂർ ജില്ലകളിലെ ആശുപത്രികൾക്കാണ് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയത്. നിപ ലക്ഷണങ്ങളോടുകൂടിയ പനി, മസ്തിഷ്ക ജ്വരം എന്നിവ ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യണമെന്നാണ് നിർദ്ദേശം. ശമ്പള കുടിശ്ശികയും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായുള്ള ആലുവ എടയാർ ബിനാനി സിംഗിലെ ജീവനക്കാരുടെ കാത്തിരിപ്പ് 1 പതിറ്റാണ്ട് പിന്നിടുന്നു. 250ഓളം തൊഴിലാളികൾക്കാണ് കുടിശ്ശിക ലഭിക്കാനുള്ളത്. ഇതിനിടെ തൊഴിലാളികളിൽ 3 പേർ ഓർമ്മയായി. പൂട്ടിയ കമ്പനിയിലെ യന്ത്രങ്ങൾ വിറ്റ് തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നൽകുമെന്ന വാഗ്ദാനവും പാഴായി. കേരളത്തിൻ്റെ വ്യവസായ മേഖലയിൽ തലയുയർത്തി നിന്നിരുന്ന സ്ഥാപനമാണ് ആലുവ എടയാറിലെ ബിനാനി സിംഗ്.
ഒരു കാലത്ത് 1500-ലധികം തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്തിരുന്നു. എന്നാൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഈ സ്ഥാപനം പൂട്ടിയിട്ടിരിക്കുകയാണ്. എടയാർ വ്യവസായ മേഖലയിൽ ഉൽപാദന മികവിലും ലാഭത്തിലും ഉയർന്ന ശമ്പളത്തിലും തലയുയർത്തി നിന്ന സ്ഥാപനമാണ് ബിനാനി സിംഗ്. 500 സ്ഥിരം ജീവനക്കാരും 1000-ലധികം കരാർ ജീവനക്കാരും ഇവിടെ ജോലി ചെയ്തിരുന്നു. 1966 സ്ഥാപിതമായ കമ്പനി നിരവധി അംഗീകാരങ്ങളും നേടിയിരുന്നു. സിംഗ് ആയിരുന്നു പ്രധാന ഉൽപ്പന്നം. 4 അന്താരാഷ്ട്ര സർട്ടിഫിക്കറ്റുള്ള നിലവാരമുള്ള ഒരു ഫേമായിരുന്നു ഇത്. 750 കോടി രൂപ ടേൺ ഓവറായിരുന്നു ഈ സ്ഥാപനത്തിനുണ്ടായിരുന്നത്. 30,000 ടണ്ണ് സിങ്കും 55,000 ടൺ സൾഫറിക് ആസിഡും 8,000 ടണ്ണോളം കാഡ്മിയവും ഉൽപ്പാദിപ്പിച്ചിരുന്ന ഈ സ്ഥാപനം പ്രൈവറ്റ് മേഖലയിലെ വൻകിട വ്യവസായശാലയായിരുന്നു. 2014 കമ്പനിയിൽ പ്രതിസന്ധി ആരംഭിക്കുന്നത്. അന്ന് തൊഴിലാളികളോട് 2 മാസം വീടുകളിൽ തുടരാൻ നിർദ്ദേശിക്കുകയും ആ സമയത്തെ ശമ്പളം കമ്പനി നൽകുകയും ചെയ്തു. 2015 വീണ്ടും കമ്പനി പൂട്ടി, പിന്നീട് തുറന്നില്ല. അതോടെയാണ് തൊഴിലാളികൾ വഴിയാധാരമായത്. കമ്പനിയിലെ യന്ത്രങ്ങൾ വിറ്റ് കുടിശ്ശിക 12% പലിശയോടെ നൽകുമെന്നും കമ്പനി ഉടമകൾ വാഗ്ദാനം ചെയ്തിരുന്നു. പ്രതിപക്ഷ നേതാവടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്തിട്ടുള്ള ട്രേഡ് യൂണിയനുകളായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ആനുകൂല്യങ്ങൾ മുടങ്ങി തൊഴിലാളികളുടെ ജീവിതം ദുരിതക്കയത്തിലായപ്പോൾ നേതാക്കളും കൈവിട്ട മട്ടായി. പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, CPIM സംസ്ഥാന കമ്മിറ്റി അംഗം കെ. ചന്ദ്രൻപിള്ള തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് ഇവിടെ തൊഴിലാളി യൂണിയൻ പ്രവർത്തിച്ചിരുന്നത്. ആനുകൂല്യങ്ങൾ നേടിക്കൊടുക്കുന്നതിൽ നേതാക്കളും വഞ്ചിച്ചതായാണ് തൊഴിലാളികളുടെ ആരോപണം. കിട്ടാനുള്ള കാശ് കിട്ടിയാൽ മതി, വേറെ ഒന്നും കിട്ടില്ല. നേതാക്കന്മാരുള്ളതൊക്കെ മേടിച്ചുകൊണ്ട് പോയി അവർക്ക് കിട്ടാനുള്ളതൊക്കെ. ഇങ്ങനെയുള്ള തൊഴിലാളികൾ പട്ടികയിട്ട് കൊല്ലും. ലക്ഷങ്ങളുടെ കുടിശ്ശികയാണ് ഓരോ തൊഴിലാളിക്കും ലഭിക്കാനുള്ളത്. ജോലി നഷ്ടമായതോടെ പലരും കടക്കെണിയിലായി. ആനുകൂല്യങ്ങൾക്കായി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുകയാണ് തൊഴിലാളികൾ. ഇതിനിടെ തൊഴിലാളികളിൽ 3 പേർ മരണമടഞ്ഞു. ക്യാമറമാൻ ബൈജു CS-നൊപ്പം കിരൺകുമാർ, അമൃത ന്യൂസ്, കൊച്ചി. ഇനി ചില ജീവനക്കാരുടെ പ്രതികരണങ്ങൾ കൂടി കാണാം. കമ്പനിയുടെ ഉള്ളിൽ പോണ്ടുകളാണ്, പക്ഷേ ആ പോണ്ടുകളെല്ലാം ലീക്കായിപ്പോൾ. ഈ ലീക്കായിട്ട് കമ്പനിയുടെ ഈ എടയാറിൻ്റെ ഭൂരിഭാഗം എല്ലാം ഈ ആസിഡ് കയറിയിട്ട് ഇപ്പോൾ കുടിക്കാനോ അല്ലെങ്കിൽ അത് കിണറുകളിലെ വെള്ളം ഉപയോഗിക്കാനോ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. ഇവിടുത്തെ ജനങ്ങൾ കുടിവെള്ളം കൊടുത്തിരുന്നു. ആ കുടിവെള്ളം കൊടുത്തിട്ട് അവർ പറഞ്ഞത് അവിടെ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്ക് വെള്ളം ഫ്രീ ആയിട്ട് കിട്ടും, ഇത്ര ലിറ്റർ തന്നേക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഒരാളും അതിന് സപ്പോർട്ടില്ല. ഇപ്പം ബില്ലുകൾ വന്നുകൊണ്ടിരിക്കുക. ഗവൺമെൻറ് വെള്ളം ഉപയോഗിക്കുന്നതിന് ബില്ല് വരുന്നുണ്ട്. ഈ തൊഴിലാളികളെ എല്ലാം വിളിച്ചു കൂട്ടിയിട്ട് ഈ ട്രേഡ് യൂണിയൻ്റെ എല്ലാ ആളുകളും ഒരുമിച്ച് കൂട്ടിയിട്ട് അവർ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിക്കാനുള്ള കോമ്പൻസേഷൻ സർവീസ് അനുസരിച്ചുള്ള നിങ്ങൾക്ക് കിട്ടാനുള്ള, നിങ്ങൾക്ക് റിട്ടയർഡ് ആവാനുള്ള ആളുകൾക്ക് എത്രയാണോ പൈസ കിട്ടുന്നത് ആ പൈസ നിങ്ങൾക്ക് ലേബർ ഓഫീസിൽ നിന്ന് വഴി കിട്ടാവുന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ 50 വയസ്സിന് മുകളിലുള്ള ആളുകൾ അതിൽ നിന്ന് ഈ സമരങ്ങളും പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ അതിൽ നിന്ന് മാറിപ്പോയത്. കാരണം എന്താ, അവർക്ക് പൈസ കിട്ടിയാൽ മതി, കാരണം അവരുടെ കുടുംബം നടത്തണം, പൈസ കിട്ടണം. 19 കോടി രൂപ കിട്ടാനുള്ള തൊഴിലാളികൾ ഇന്ന് പലവരെയും മുൻപിൽ കൈനീട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കായി. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ സ്ഥാപനം ഏറ്റെടുക്കാൻ വേണ്ടി പാനാട്ടോണി എന്നൊരു അന്താരാഷ്ട്ര കുത്തകയായിട്ടുള്ളൊരു സ്ഥാപനം ഇവിടെ വന്നിട്ടുണ്ടെന്നും അവർ വന്നിട്ട് ഈ സ്ഥാപനത്തിൻ്റെ ലാൻഡ് ഏറ്റെടുത്തിട്ട് അതിൻ്റെ ഭാഗമായിട്ട് കിട്ടുന്ന പൈസ നിങ്ങൾക്ക് പങ്കുവെക്കാമെന്ന് കഴിഞ്ഞ ഡിസംബറിൽ തൊഴിലാളികൾക്ക് ഉറപ്പ് തന്നാണ്, 2024 ഡിസംബറിൽ. പക്ഷേ പിന്നെയും 6 മാസം കടന്നു പോയിട്ടും നാളിതുവരേക്കും തൊഴിലാളികൾക്ക് പൈസ കിട്ടിയിട്ടില്ല. കിരൺകുമാർ ചേരുന്നുണ്ട് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. കിരൺ, കഴിഞ്ഞ 10 വർഷമായി ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങൾക്കുമായി ഇവർ കാത്തിരിക്കുകയാണ്. ഇവരുടെ പ്രതിസന്ധി പരിഹരിക്കാനാകുമോ? എന്താണ് ഇതിൽ സർക്കാരുമൊപ്പം കമ്പനിയും ഒക്കെ എടുക്കുന്ന നിലപാട്? 235ഓളം തൊഴിലാളികളാണ് തങ്ങൾക്ക് അർഹതപ്പെട്ട ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തുടർന്നിരിക്കുന്നത്. ഇവരുടെ ഈ കാത്തിരിപ്പിന് 10 വർഷം പിന്നിടുകയാണ്. 2015 ആലുവ എടയാറിലെ ബിനാനി സിംഗ് അടച്ചുപൂട്ടുന്നത്. സാമ്പത്തിക പ്രതിസന്ധികളെ തുടർന്നായിരുന്നു കമ്പനി അടച്ചുപൂട്ടിയത്. ഈ തൊഴിലാളികൾക്ക് നൽകാനുള്ള ആനുകൂല്യങ്ങളും ശമ്പള കുടിശ്ശികയൊക്കെ ഈ കമ്പനിയുടെ സ്വത്തുവകകൾ വിറ്റുകൊണ്ട് അതിൽ നിന്ന് ലഭിക്കുന്ന പണം 12% പലിശയോടുകൂടി നൽകുമെന്നായിരുന്നു കമ്പനി അധികൃതർ ആദ്യം അറിയിച്ചിരുന്നത്. ഇത് വലിയ പ്രതീക്ഷയോടുകൂടി തന്നെ തൊഴിലാളികൾ കാണുകയും ചെയ്തിരുന്നു. കമ്പനിയുടെ വാക്ക് വിശ്വസിക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ 10 വർഷം പിന്നിടുമ്പോഴും
ഈ ആനുകൂല്യങ്ങളും കുടിശ്ശികകളും നൽകാനായിട്ട് കമ്പനിയുടെ ഭാഗത്തു നിന്നും ഇതുവരെ ഒരു നടപടി ഉണ്ടായില്ല എന്നുള്ളൊരു ആക്ഷേപം തന്നെയാണ് പ്രധാനമായിട്ടും ഈ തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ നേതൃത്വം കൊടുത്ത ഒരു തൊഴിലാളി യൂണിയനുകളായിരുന്നു അവിടെ പ്രവർത്തിച്ചിരുന്നത്. ഈ ട്രേഡ് യൂണിയൻ നേതാക്കൾ പോലും തൊഴിലാളികളെ വഞ്ചിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് എന്നൊരു ആക്ഷേപം കൂടി ഏതായാലും തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് വരുമ്പോൾ, ശമ്പള കുടിശ്ശികയിലേക്ക് വരുമ്പോൾ ഇത് വലിയൊരു കഷ്ടതയിലേക്ക് തന്നെയാണ് തൊഴിലാളികളെ തള്ളിവിടുന്നത്. പലർക്കും വീടുകൾ വാടകയ്ക്ക് താമസിച്ചിരുന്നവർക്ക് വാടക ഒഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ള വീട് ഒഴിഞ്ഞു പോകേണ്ടതായിട്ടുള്ള സാഹചര്യം വരുന്നു. ചികിത്സ മുടങ്ങുന്നതായിട്ടുള്ള സാഹചര്യം വരുന്നു. 235 പേരിൽ തന്നെ 3 പേർ ഈ നിയമപോരാട്ടങ്ങൾ തുടരുന്നതിനിടയിൽ മരണപ്പെടുന്നതായിട്ടുള്ള ഒരു സാഹചര്യം. ഇങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് തൊഴിലാളികൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവരുടെ ജീവിതം വലിയ രീതിയിൽ തന്നെ ദുസ്സഹമാകുന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രശ്നങ്ങൾ, ഇവരുടെ നൽകാനുള്ള കുടിശ്ശിക അത് എത്രയും പെട്ടെന്ന് കമ്പനി നൽകണം എന്നുള്ളൊരു ആവശ്യം തന്നെയാണ് പ്രധാനമായിട്ടും ജനങ്ങൾ, ഇവിടുത്തെ തൊഴിലാളികൾ മുന്നോട്ട് വെക്കുന്നത്. ശരി, കിരൺ കുമാറാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കേരളത്തിൽ നിന്ന് സി സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്തു. കേന്ദ്ര സർക്കാർ വിജ്ഞാപനമിറക്കി. കണ്ണൂർ മട്ടന്നൂർ സ്വദേശിയായ സി സദാനന്ദൻ മാസ്റ്റർ RSS BJP നേതാവാണ്. രാഷ്ട്രീയ പ്രവർത്തന മേഖല കൂത്തുപറമ്പായിരുന്നു. 3 പതിറ്റാണ്ട് മുൻപ് CPM ആക്രമണത്തിൽ കാലുകൾ നഷ്ടമായ അദ്ദേഹം കൃത്രിമകാലിലാണ് സഞ്ചരിക്കുന്നത്. 22 വർഷങ്ങൾക്ക് മുൻപ് CPMന്റെ വധശ്രമത്തെ അതിജീവിച്ച വ്യക്തിയാണ് സദാനന്ദൻ മാസ്റ്റർ. CPM പ്രവർത്തകർ അദ്ദേഹത്തിന്റെ 2 കാലുകളും വെട്ടിയെടുക്കുകയായിരുന്നു. അന്ന് RSS ജില്ലാ സർക്കാര്യവാഹകായിരുന്നു മാസ്റ്റർ. 2016 കൂത്തുപറമ്പിൽ സ്ഥാനാർത്ഥിയായിരുന്നു. അന്ന് സ്ഥാനാർത്ഥിയായിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയടക്കം മാസ്റ്റർക്ക് വേണ്ടി പ്രചാരണത്തിനെത്തിയിരുന്നു. അക്രമ രാഷ്ട്രീയത്തിന്റെ ഇരകളുടെ പ്രതീകമെന്നും മോദി അന്ന് പറഞ്ഞിരുന്നു. നിലവിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റാണ്. സദാനന്ദൻ മാസ്റ്ററുടെ രാജ്യസഭാ പ്രവേശനം പ്രചോദനം ഉൾക്കൊണ്ടുള്ള തെരഞ്ഞെടുപ്പെന്ന് BJP പ്രതികരിച്ചു. അതേസമയം രാജ്യസഭയിൽ നോമിനേറ്റഡ് അംഗങ്ങളുടെ 4 ഒഴിവുകൾ ഉണ്ടായിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുമുള്ള അഭിഭാഷകനായ ഉജ്ജൽ നിഗം, മുൻ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഗ, ചരിത്രകാരിയായ മീനാക്ഷി ജെയിൻ എന്നിവരാണ് രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട മറ്റുള്ളവർ. ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത് പാർട്ടി ഒരു വലിയ ദൗത്യം തന്നെ ഏൽപ്പിച്ചെന്നും അത് താൻ ഏറ്റെടുത്ത് ഭംഗിയായി ചെയ്യുമെന്നും സി സദാനന്ദൻ മാസ്റ്റർ. ജനങ്ങളുടെ ക്ഷേമത്തിനു വേണ്ടി പാർട്ടിയുടെ വികസിത കേരളം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ തനിക്ക് കഴിയുന്നതൊക്കെ ചെയ്യും. കണ്ണൂരിലടക്കം ശാശ്വത സമാധാനത്തിനു വേണ്ടി പ്രവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പാർട്ടി ഒരു വലിയ ദൗത്യം ഏൽപ്പിച്ചു എന്നാണ് ഞാൻ ഇതിനെക്കുറിച്ച് കാണുന്നത്. മിനിയാന്ന് ആരാധ്യനായ പ്രധാനമന്ത്രി നേരിട്ട് വിളിച്ചിരുന്നു, ഫോണിൽ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹത്തിനോട് ഇത്രമാത്രമാണ് പറഞ്ഞത്, ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്, അത് സ്വീകരിക്കുക, നന്നായിട്ട് പ്രവർത്തിക്കുക എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് കാലത്ത് പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ബഹുമാന്യനായ രാജീവ് ചന്ദ്രശേഖർജി വിളിച്ചിട്ട് ഇതാണ് മാഷി ഏൽപ്പിക്കുന്ന ദൗത്യം, രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് എന്ന് പറഞ്ഞു. മലബാർ ഭാഗത്ത് നിന്ന്, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്ന് ഇങ്ങനെയൊരു നിയോഗം ഒരു കാര്യകർത്താവിനെ ഏൽപ്പിക്കുക എന്നുള്ളത് മഹത്വപൂർണ്ണമായ ഒരു പ്രതീക്ഷയുടെ ഫലമായിട്ടാണ്. സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് സ്വാഗതം ചെയ്യുന്നുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ. CPM കേരളത്തിൽ BJPയെ എങ്ങനെയാണ് അടിച്ചമർത്തുന്നത് എന്നത് രാജ്യം ചർച്ച ചെയ്യും. രാജ്യവും സർക്കാരും ജനങ്ങളുടെ കൂടെയുണ്ട് എന്നാണ് സദാനന്ദൻ മാസ്റ്ററുടെ നോമിനേഷനിലൂടെ വ്യക്തമാകുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു. സദാനന്ദൻ മാസ്റ്റർ അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തത് തീർച്ചയായിട്ടും വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. കേരള രാഷ്ട്രീയത്തിൽ BJPയുടെ സാധാരണ പ്രവർത്തകർ എങ്ങനെയാണ് അതിജീവിക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് സദാനന്ദൻ മാഷ്. ഇനി അത് രാജ്യം ചർച്ച ചെയ്യട്ടെ. കേരള രാഷ്ട്രീയത്തിലെ രീതികൾ എങ്ങനെയാണ് BJPയെ അടിച്ചമർത്താൻ ശ്രമിച്ചതെന്നുള്ളത് ഇന്ന് മുതൽ അത് രാജ്യം ചർച്ച ചെയ്യും. ജനങ്ങൾ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റായ സദാനന്ദൻ മാസ്റ്റർ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്ത സംഭവത്തിൽ പ്രതികരണവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ച ആളെയാണ് മുൻകാലങ്ങളിൽ ഇത്തരത്തിൽ നോമിനേറ്റ് ചെയ്യാറുള്ളത്, അല്ലാതെ ഒരു പാർട്ടി പ്രവർത്തകനെ അല്ലെന്നും അതിൽ അധാർമികതയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ന് ഒരു BJP പ്രവർത്തകനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തതായിട്ട് അറിഞ്ഞു. സാധാരണ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാവീണ്യമുള്ള ആളിനെയാണ് നോമിനേറ്റ് ചെയ്യാറുള്ളത്. ഇന്ന് വരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുമ്പോഴുള്ള കീഴ്വഴക്കം അതാണ്, ഏതെങ്കിലും മേഖലയിൽ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ളയാൾ.
അല്ലെങ്കിൽ പ്രാഗൽഭ്യമുള്ള ആൾ, ഇപ്പോൾ സച്ചിൻ തെണ്ടുൽക്കർ, ഇവർ സുരേഷ് ഗോപിയെ പോലും സിനിമ നടൻ എന്നുള്ളത് നമുക്ക് കാണാം. ഒന്നുമല്ലാതെ ഒരു BJP പ്രവർത്തകനെ നോമിനേറ്റ് ചെയ്യുന്ന നടപടി അധാർമികമാണ്. അതും രാഷ്ട്രപതി അങ്ങനെയുള്ള നോമിനേറ്റ് ചെയ്യുന്നവരുടെ പട്ടികയിൽ അങ്ങനെയുള്ള പാർട്ടി പ്രവർത്തകരെ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ചരിത്രമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അഹമ്മദാബാദ് വിമാന അപകടത്തിലെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിനെതിരെ പ്രതിഷേധം ശക്തമാക്കി പൈലറ്റുമാരുടെ സംഘടന. അന്വേഷണ റിപ്പോർട്ട് തള്ളണമെന്നാണ് സംഘടനയുടെ ആവശ്യം. പൈലറ്റുമാരെ മാത്രം ബലിയാടാക്കി ബോയിംഗ് അടക്കമുള്ള കമ്പനികളെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്നാണ് ആക്ഷേപം. സ്വിച്ചുകൾ എങ്ങനെ ഓഫായി എന്നത് സംബന്ധിച്ച് വിശദമായ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നതാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ട്. പൈലറ്റുമാരുടെ ഭാഗത്തുനിന്നുണ്ടായ പിഴവാണ് ദുരന്തത്തിലേക്ക് വഴിവെച്ചത് എന്ന തരത്തിൽ വാർത്തകൾ പുറത്തുവന്ന സാഹചര്യത്തിലാണ് പൈലറ്റുമാരുടെ സംഘടന ആശങ്ക രേഖപ്പെടുത്തുന്നത്. അന്വേഷണ സംഘം കണ്ടെത്തിയ രേഖകളും റെക്കോർഡർ വിവരങ്ങളും പുറത്തുവിടണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. ഇന്ധനം വരുന്ന സ്വിച്ചുകൾ 4 സെക്കൻഡുകൾ വ്യത്യാസത്തിൽ പ്രവർത്തിപ്പിക്കാൻ ശ്രമിച്ചുവെങ്കിലും അതിനു മുൻപേ വിമാനം തകർന്നു വീണു എന്നാണ് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. 15 പേർ ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്തിരുന്നു. 2:09 മേഡേ കോൾ എയർ ട്രാഫിക് കൺട്രോൾ റൂമിലേക്ക് വന്നിരുന്നുവെങ്കിലും തിരിച്ച് കോക്പിറ്റിലേക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞില്ല. സെക്കൻഡുകൾക്കുള്ളിൽ വിമാനം അഹമ്മദാബാദിന് സമീപം തകർന്നു വീഴുകയായിരുന്നു. അതേസമയം റിപ്പോർട്ട് പാർലമെന്റിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പ്രതിപക്ഷം. അവ്യക്തമായ റിപ്പോർട്ടിൽ പൈലറ്റുമാരെ പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് പ്രതിപക്ഷത്തിന്. അന്വേഷണം കൂടുതൽ സുതാര്യമാക്കണം എന്നാണ് ആവശ്യം. ന്യൂസ് ഡെസ്ക്, അമൃത TV. ലോർഡ്സ് ടെസ്റ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഇന്ത്യക്ക് 193 റൺസ് വിജയലക്ഷ്യം. രണ്ടാം ഇന്നിംഗ്സിൽ ഇംഗ്ലണ്ട് 192 റൺസിന് പുറത്തായി. 40 റൺസ് എടുത്ത ജോ റൂട്ട് മാത്രമാണ് ഇംഗ്ലണ്ട് നിരയിൽ തിളങ്ങിയത്. വാഷിംഗ്ടൺ സുന്ദർ 4 വിക്കറ്റ് വീഴ്ത്തി. ഒന്നാം ഇന്നിംഗ്സിൽ ഇരു ടീമുകളും 387 റൺസ് വീതമാണ് നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഇന്ത്യക്ക് 2 വിക്കറ്റ് നഷ്ടമായി 41 റൺസ് എന്ന നിലയിലാണ്. ഇവയെ ടെസ്റ്റ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ 6 നേടിയ ടീമെന്ന നേട്ടം ഇന്ത്യ സ്വന്തമാക്കി. മൂന്നാം ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിക്കും മുമ്പേ ഇന്ത്യ പരമ്പരയിൽ 36 സിക്സുകൾ നേടി. നേരത്തെ ഈ റെക്കോർഡ് കൈവശം വച്ചിരുന്ന വെസ്റ്റ് ഇൻഡീസും ന്യൂസിലൻഡും 32 വീതം സിക്സുകളാണ് നേടിയിട്ടുള്ളത്. ഫിഫ ക്ലബ് ഫുട്ബോൾ ലോകകപ്പ് ഫൈനൽ ഇന്ന്. PSG ചെൽസി മത്സരം ന്യൂജേഴ്സിയിലെ മെറ്റ് ലൈഫ് സ്റ്റേഡിയത്തിൽ രാത്രി 12:30 മുതലാണ്. ലൂയിസ് എൻറിക്വ പരിശീലിപ്പിക്കുന്ന PSG 6ാം കിരീടം ലക്ഷ്യമിട്ടാണ് ഇറങ്ങുന്നത്. സെമി ഫൈനലിൽ കരുത്തരായ റയൽ മാഡ്രിഡിനെ എതിരില്ലാത്ത 4 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് PSG ഫൈനലിലേക്ക് മുന്നേറിയത്. മെരേക്സ പരിശീലിപ്പിക്കുന്ന ചെൽസി ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഒരു വമ്പൻ ടൂർണമെന്റിന്റെ ഫൈനലിൽ കളിക്കുന്നത്. വിംബിൾഡൺ ടെന്നീസ് പുരുഷ സിംഗിൾസ് ഫൈനൽ പുരോഗമിക്കുകയാണ്. സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസും ഇറ്റലിയുടെ യാനിക് സിന്നറുമാണ് ഓൾ ഇന്ത്യൻ ക്ലബിലെ സെന്റർ കോർട്ടിൽ ഏറ്റുമുട്ടുന്നത്. ഇരുവരും ഓരോ സെറ്റ് വീതം സ്വന്തമാക്കി മൂന്നാം സെറ്റ് പോരാട്ടം തുടരുകയാണ്. ഹാട്രിക് ലക്ഷ്യമിട്ടാണ് അൽക്കാരസ് കളിക്കുന്നത്. സിന്നറിന്റെ കന്നി കിരീട പോരാട്ടമാണിത്. ഗുരുപൂജയെ പിന്തുണച്ച് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗമെന്നും പാദങ്ങളിൽ പൂക്കളർപ്പിക്കുന്നത് ആദരവാണെന്നും ഗവർണർ പറഞ്ഞു. എന്നാൽ കാൽ കഴുകൽ കേരള സംസ്കാരം അല്ലെന്നും പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഈ സംഭവം അന്വേഷിക്കുമെന്നും മന്ത്രി വി ശിവൻകുട്ടി പ്രതികരിച്ചു. സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഗുരുപൂജ ചെയ്യുന്നതിനെ എതിർക്കേണ്ട കാര്യമില്ലെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. ഗുരുപൂജ സംസ്കാരത്തിന്റെ ഭാഗമാണ്. ഇതിന്റെ പ്രാധാന്യം മനസ്സിലാക്കാത്തവരാണ് അതിനെ വിമർശിക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്നാൽ കാൽകഴുകൽ കേരള സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും നീചമായ സംഭവമാണെന്നും ഗവർണർക്ക് മറുപടിയുമായി മന്ത്രി വി ശിവൻകുട്ടി എത്തി. ബഹുമാനപ്പെട്ട ഗവർണർ പോലുള്ള ഭരണത്തലവൻ ഇത്രമാത്രം നമുക്ക് വേദന ഉണ്ടാക്കുന്ന രൂപത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് വളരെ ദുഃഖകരമാണ്. നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ടാണ് കാല് കഴിയിപ്പിച്ചിരിക്കുന്നത്. അത് ഭാരതീയ സംസ്കാരത്തിൽ എവിടെയാണത് പറയുന്നതെന്നുള്ളവർ എനിക്കറിയില്ല. ഭാരതീയ സംസ്കാരത്തിൻ്റെ ഗ്രന്ഥങ്ങൾ ധാരാളമുണ്ട്. ഏതെങ്കിലും ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടോ സ്കൂൾ കുട്ടികളെ കൊണ്ട് BJP നേതാക്കന്മാർ കാല് കഴിയിപ്പിക്കണമെന്ന്? അതാണ് കേരള സംസ്കാരം എന്ന് എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഒരിടത്തും പറയുന്നില്ല. പാദപൂജ ചെയ്ത സംഭവം പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിക്കുമെന്നും സർവീസ് റൂൾ പ്രകാരം ഇത്തരം കാര്യങ്ങൾ ചെയ്തവർ ശിക്ഷാ നടപടി നേരിടേണ്ടി വരുമെന്നും മന്ത്രി വ്യക്തമാക്കി. പാദപൂജയെ വിമർശിച്ച് ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയും രംഗത്തെത്തി. സ്ത്രീകൾക്കും ശൂദ്രർക്കും വിദ്യാഭ്യാസം നൽകുമ്പോൾ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കുന്നതും ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണെന്ന് മന്ത്രി ആർ ബിന്ദു പ്രതികരിച്ചു. എല്ലാം മഹത്വവൽക്കരിക്കുമ്പോൾ അങ്ങനെ ചില അപകടങ്ങളുണ്ടെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ഇന്ത്യൻ സംസ്കാരത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ
സ്ത്രീകൾക്കും ശൂദ്രന്മാർക്കും പഠിക്കാൻ അവസരം നൽകുകയാണെങ്കിൽ ചെവിയിൽ ഈയം ഉരുക്കി ഒഴിക്കണം എന്ന് പറഞ്ഞതും ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ എല്ലാം മഹത്വവൽക്കരിക്കുമ്പോൾ ഇങ്ങനെ ചില അപകടങ്ങളുണ്ട്. ജനാധിപത്യ സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതിന് അനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടാകും. വിദ്യാലയങ്ങളിലെ പാദപൂജ മതനിരപേക്ഷതയെയും ജനാധിപത്യ അവബോധത്തെയും തകർക്കുന്നതാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു. ഫ്യൂഡൽ കാലത്തെ അടിമത്ത മനോഭാവം കുട്ടികളിൽ അടിച്ചേൽപ്പിക്കാനുള്ള ബോധപൂർവമായ ശ്രമമാണതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പാദപൂജ സംസ്കാരം തള്ളിക്കളഞ്ഞാണ് കേരളം ഇവിടെ എത്തിയതെന്ന് മുൻമന്ത്രി തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു. ഞങ്ങൾ ഈ സംസ്കാരമൊക്കെ തള്ളിക്കളഞ്ഞിട്ടാണ് കേരളം ഇവിടെ എത്തിയിട്ടുള്ളത്. ഈ സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ട് ഒത്തിരി കാര്യങ്ങളുണ്ടായിട്ടാണ്. എത്ര അടി അകലത്തിൽ ഓരോ ജാതിയും മറ്റു ജാതിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് നിയമമുണ്ടായ സ്ഥലത്താണ്, ഭ്രാന്താലയെന്ന് വിവേകാനന്ദം പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം വന്നിരിക്കുന്നത്. ആ സംസ്കാരത്തെയൊക്കെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. ആ കാലത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ഈ ഗവർണറല്ല വേറെ ആര് വന്നാലും അനുവദിക്കില്ല കേരളം. വിവേകാനന്ദൻ ഭ്രാന്താലയം എന്ന് പറഞ്ഞതിൽ നിന്നും ഒരുപാട് മാറി. ആ കാലത്തേക്ക് തിരികെ കൊണ്ടുപോകാൻ ആര് വന്നാലും അനുവദിക്കില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത ന്യൂസ്. യമനിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന മലയാളി നഴ്സ് നിമിഷപ്രിയയുടെ മോചനവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രിക്ക് വീണ്ടും കത്തെഴുതി മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് കത്തിലെ ആവശ്യം. ഈ മാസം 16-ന് നിമിഷപ്രിയയുടെ ശിക്ഷ നടപ്പിലാക്കുമെന്നാണ് വിവരം. അതേസമയം നിമിഷപ്രിയയുടെ വധശിക്ഷ നിർത്തിവെപ്പിക്കാൻ സജീവ ശ്രമം തുടരുകയാണ്. കൊല്ലപ്പെട്ട തലാലിന്റെ കുടുംബത്തിന്റെയോ ഗോത്രവുമായി ബന്ധപ്പെട്ട തലവന്മാരുടെയോ വ്യക്തമായ നിലപാട് ലഭിക്കാത്തതാണ് പ്രതിസന്ധി. ദയാധനം സംബന്ധിച്ച് ഉറപ്പ് നൽകാനും ശ്രമം നടക്കുന്നുണ്ട്. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ശുഭാൻഷു ശുക്ല ഉൾപ്പെടെ ആക്സിയം 4 ദൗത്യ സംഘാംഗങ്ങൾ നാളെ മടങ്ങും. ബഹിരാകാശ നിലയത്തിൽ 4 യാത്രികർക്കും യാത്രയയപ്പ് നൽകി. മറ്റന്നാൾ വൈകുന്നേരം 3 മണിക്ക് ആക്സിയം 4 ദൗത്യം സംഘം ഭൂമിയിൽ തിരിച്ചെത്തും. ഇന്ത്യൻ സമയം വൈകുന്നേരം 4:35-നാണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവും പേടകവും വേർതിരിക്കുന്ന അൺഡോക്കിംഗ് നടക്കുക. ഉച്ചയ്ക്ക് 2:30-യോടെ ആക്സിയം 4 സംഘാംഗങ്ങൾ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ഗ്രേസ് പേടകത്തിൽ പ്രവേശിക്കും. ഹാർമണി മൊഡ്യൂളിൽ നിന്ന് ഗ്രേസ് പേടകം വേർപെടുത്തുന്നതോടെ അൺഡോക്കിംഗ് പൂർത്തിയാകും. തുടർന്ന് ഭൂമിയിലേക്കുള്ള യാത്രയാണ്. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 3 മണിക്കാണ് ഗ്രേസ് പേടകം ഭൂമിയിലെത്തുക. കാലിഫോർണിയയ്ക്കടുത്ത് കടലിലാണ് ഇറങ്ങുകയെന്ന് നാഷണൽ എയറോനോട്ടിക്സ് ആൻഡ് സ്പേസ് അഡ്മിനിസ്ട്രേഷൻ അറിയിച്ചു. എന്നാൽ ഇത് കാലാവസ്ഥയെ ആശ്രയിച്ചിരിക്കുമെന്നും അധികൃതർ വ്യക്തമാക്കി. ജൂൺ 26-നാണ് ആക്സിയം 4 ദൗത്യസംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെത്തിയത്. ഇന്ത്യൻ വ്യോമസേന ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാംഷു ശുക്ലയ്ക്ക് പുറമെ മുതിർന്ന അമേരിക്കൻ ആസ്ട്രോനട്ട് പെഗി വിറ്റ്സൺ, പോളണ്ട് സ്വദേശി സ്ലാവോസ് ഉസ്നാൻസ്കി, ഹംഗറിയിൽ നിന്നുള്ള ടിബോർ കാപ്പു എന്നിവരാണ് ആക്സിയം 4 ക്രൂവിലുള്ളത്. നിലയത്തിൽ ലക്ഷ്യമിട്ട 60 പരീക്ഷണങ്ങളും കൃത്യമായി പൂർത്തിയാക്കാൻ ആക്സിയം 4 സംഘത്തിന് കഴിഞ്ഞു. കേരളത്തിൽ നിന്ന് കൊണ്ടുപോയ 6 വിത്തിനങ്ങളുടെ പരീക്ഷണമടക്കം നിരവധി ഗവേഷണങ്ങൾ നടത്തി. ബഹിരാകാശ നിലയത്തിൽ നിന്ന് മടങ്ങുന്ന ആക്സിയം 4 ദൗത്യസംഘത്തിന് വൻ യാത്രയയപ്പാണ് നൽകിയത്. Thank you to the Axiom 4 crew and Expedition 73, a station that concludes the event, and we are now resuming operational audio communications. 18 ദിവസത്തെ ദൗത്യത്തിന് ശേഷമാണ് ബഹിരാകാശ നിലയത്തിൽ നിന്ന് ആക്സിയം 4 സംഘം ഭൂമിയിലേക്ക് മടങ്ങുന്നത്. മടങ്ങിയെത്തുന്ന യാത്രികരെ ഭൂമിയുടെ ഗുരുത്വാകർഷണവുമായി പൊരുത്തപ്പെടുന്നതിന് 7 ദിവസം മാറ്റിപ്പാർപ്പിക്കും. ന്യൂസ് ഡെസ്ക് അമൃത TV. ബ്രിട്ടനിൽ ചെറുവിമാനം തകർന്നു വീണു. സൗത്ത് എൻഡ് വിമാനത്താവളത്തിലാണ് സംഭവം. പറന്നുയർന്ന ഉടനെ വിമാനം കത്തിയമരുകയായിരുന്നു. വിമാനത്തിൽ എത്ര പേർ ഉണ്ടായിരുന്നു എന്നത് സ്ഥിരീകരിച്ചിട്ടില്ല. നെതർലാൻഡ്സിലേക്ക് പോവുകയായിരുന്ന വിമാനമാണ് അപകടത്തിൽപ്പെട്ടത്. ഇപ്പോൾ കിട്ടിയൊരു പ്രധാന വാർത്തയായിലേക്കാണ്. നിമിഷപ്രിയയുടെ മോചനത്തിനായി ഇടപെട്ട് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ യമനിലെ പ്രമുഖ മതപണ്ഡിതൻ വഴി യമൻ ഭരണാധികാരികളുമായി സംസാരിച്ചു. കൊല്ലപ്പെട്ട യമൻ പൗരന്റെ കുടുംബവുമായും കാന്തപുരം സംസാരിച്ചതായാണ് വിവരം. ഗുരുപൂർണിമ ആഘോഷിച്ച് തിരുവനന്തപുരം മാതാമൃതാനന്ദമയി മഠം. ഗുരുപാദുക പൂജ, മഹാഗണപതി ഹോമം, ലളിതാ സഹസ്രനാമ സ്തോത്രം എന്നിവയും ഉണ്ടായിരുന്നു. ശ്രീമദ് ഭഗവത്ഗീതാ പദം എന്ന പുസ്തകത്തിന്റെ പ്രകാശനവും ചടങ്ങിൽ നിർവഹിച്ചു. കേരള സർവകലാശാല പ്രൊഫസറായ ഡോക്ടർ AM ഉണ്ണികൃഷ്ണനിൽ നിന്നും കൈമന മഠാധിപതി സ്വാമി ശിവാമൃതാനന്ദപുരി പുസ്തകം സ്വീകരിച്ചു. തുടർന്ന് സ്വാമി അനുഗ്രഹ പ്രഭാഷണം നടത്തി.
ഗുരുവിന്റെ ഉപദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ മാത്രമേ ദുഃഖവിമോചനം സാധ്യമാകുകയുള്ളൂ എന്ന് മാതാ അമൃതാനന്ദമയി മഠം കണ്ണൂർ പനങ്കാവ് മഠാധിപതി സ്വാമി അമൃത കൃപാനന്ദപുരി പറഞ്ഞു. ഗുരുപൂർണിമ ആഘോഷത്തിൽ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. മഹാഗണപതി ഹോമത്തോടെയായിരുന്നു ആഘോഷത്തിന് തുടക്കമായത്. ഗുരുപാദുക പൂജ, ഗുരുപൂർണിമ സന്ദേശം, ഭജന, ഗുരുഹോമം എന്നിവയും നടത്തി. ബ്രഹ്മചാരിണി വിനിയുടെ കാർമ്മികത്വത്തിലായിരുന്നു ഗുരുഹോമം. കോട്ടയം ചങ്ങനാശ്ശേരി മാതാ അമൃതാനന്ദമയി മഠത്തിൽ അമൃതദീപ്തി സമാഗമം നടന്നു. നഗരസങ്കീർത്തനം, മഹാസർവൈശ്വര്യ പൂജ, പ്രഭാഷണം, അർച്ചന, ധ്യാനം, നവഗ്രഹ മഹാഹോമം, ഭജന, ആരതി, അന്നദാനം എന്നിവ സമാഗമത്തിന്റെ ഭാഗമായി നടന്നു. തുരുത്തി മഠം അധ്യക്ഷ സ്വാമിനി നിഷ്ഠാമൃത പ്രാണ അമൃതദീപ്തി സമാഗമത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. മനുഷ്യനെ നേർവഴിക്ക് നടത്താനും സമൂഹത്തിലെ താളലയം നിലനിർത്താനുമുള്ള പ്രായോഗികതയാണ് പ്രാർത്ഥനയെന്ന് സ്വാമിനി പറഞ്ഞു. നിരവധി ഭക്തർ സമാഗമത്തിൽ പങ്കാളികളായി. ശ്രീപ്രിയ ചെങ്ങന്നൂർ, സൂര്യ എസ് കുമാർ എന്നിവരുടെ സംഗീത സദസ്സും സമാഗമത്തിന്റെ ഭാഗമായി നടന്നു. സത്യദർശനത്തിന്റെയും ഈശ്വര സമർപ്പണത്തിന്റെയും ആദർശമായ അമ്മയാണ് നമ്മുടെ എല്ലാം ആത്മീയ. ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ശബരിമലയിൽ പുതിയതായി നിർമ്മിച്ച നവഗ്രഹ ശ്രീകോവിലിൽ പ്രതിഷ്ഠാകർമ്മം നടന്നു. തന്ത്രി കണ്ഠരര് രാജീവരന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നിരവധി ഭക്തരാണ് പ്രതിഷ്ഠാകർമ്മം കണ്ടുതൊഴുതത്. ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ പകൽ 11-നും 12-നും മധ്യേയുള്ള ശുഭമുഹൂർത്തത്തിലായിരുന്നു പ്രതിഷ്ഠാകർമ്മം. തന്ത്രി കണ്ഠരര് രാജീവര് പുതിയ ശ്രീകോവിലിൽ നവഗ്രഹ പ്രതിഷ്ഠ നടത്തി. പ്രതിഷ്ഠയോടനുബന്ധിച്ച് പ്രത്യേക പൂജകൾ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പൂർത്തിയാക്കി. ഇന്ന് രാവിലെ ഗണപതി ഹോമം, ബിംബശയ്യയിൽ ഉഷപൂജ, മരപ്പാണി ചടങ്ങുകൾക്ക് ശേഷമാണ് പ്രതിഷ്ഠാകർമ്മം നടന്നത്. നവഗ്രഹ പ്രതിഷ്ഠയ്ക്ക് ശേഷം താഴികക്കുട പ്രതിഷ്ഠയും നടന്നു. അഭികാമ്യമായ ഭാഗത്തേക്ക് നവഗ്രഹ ശ്രീകോവിൽ മാറ്റി സ്ഥാപിക്കണമെന്ന ദേവപ്രശ്ന വിധി പ്രകാരമാണ് പുതിയ ശ്രീകോവിലിന്റെ നിർമ്മാണം. മാളികപ്പുറം ക്ഷേത്രത്തിന് സമീപമാണ് പുതിയ ശ്രീകോവിൽ. പ്രതിഷ്ഠയോടനുബന്ധിച്ച ചടങ്ങുകൾ പൂർത്തിയാക്കി ഇന്ന് രാത്രി നട അടച്ച ശേഷം 16-ാം തീയതി വൈകിട്ട് 5-ന് കർക്കിടക മാസ പൂജകൾക്കായി വീണ്ടും നട തുറക്കും. അമൃത ന്യൂസ്, സന്നിധാനം. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ ചരിത്ര പ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് തുടക്കമായി. രാവിലെ 11-ന് ക്ഷേത്രമുറ്റത്തെ ആനക്കൊട്ടിലിൽ ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ ഭദ്രദീപം കൊളുത്തി വള്ളസദ്യയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒപ്പം ക്ഷേത്രമുറ്റത്തേക്ക് വഞ്ചിപ്പാട്ട് പാടിയെത്തിയ പള്ളിയോടത്തെ സ്വീകരിച്ച് ആനയിച്ചു. ഇക്കൊല്ലം 400-ലധികം വള്ളസദ്യകൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒക്ടോബർ 2 വരെയാണ് വള്ളസദ്യകൾ നടക്കുക.